ഹേയ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് അറഫ നോമ്പിൻ്റെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ പെരുന്നാളും ആണല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ നീച്ചത്. കാരണം രാവിലെ കിച്ചണിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ നോമ്പായതുകൊണ്ട്. പക്ഷേ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് എന്നും ഒരേപോലെയാണല്ലേ. നമുക്ക് ഇപ്പോൾ നോമ്പാണേലും അല്ലെങ്കിലും നമുക്ക് കിച്ചണിൽ കയറണം, ഫുഡ് ഉണ്ടാക്കണം, ഒക്കെ സാധാ ദിവസം പോലെ തന്നെ. അപ്പോൾ ഏതായാലും ഐസ് നീച്ച് വന്നിട്ടുണ്ടോ. എനിക്ക് ഞാൻ പഴം വാട്ടിക്കാം കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണത്. അപ്പോൾ പിന്നെ എളുപ്പമായി, വയറ് ഫില്ലാവുകയും ചെയ്യും. അങ്ങനെ ഓനക്ക് ഫുഡ് എടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അകത്ത് ക്ലീനിങ്ങിന് കയറാൻ വേണ്ടിയിട്ട് പോയതേനു. പക്ഷേ ഇന്ന് ചെറിയൊരു പണിയുണ്ട്, വേറെ ഒന്നുമല്ല. ഞങ്ങളെ വീട്ടിലത്തെ ഇൻവെർട്ടർ കിടക്കുന്നത് ഞങ്ങളെ റൂമിലാട്ടോ. ഞങ്ങളെ റൂമിലത്തെ റാക്കിൻ്റെ മേലെയാണ്. അപ്പോൾ അതൊന്ന് മാറ്റാനും വേണ്ടിയിട്ട്, കാരണം റൂമിൽ എ സി ഉള്ളതുകൊണ്ട് തന്നെ റൂം എപ്പോഴും അടച്ചിട്ടുകൊണ്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അടച്ചിട്ട് റൂമിൽ ഇൻവെർട്ടർ വെക്കാൻ പാടില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഓപ്പൺ ആയിട്ടുള്ള ഏരിയക്ക് വെക്കാനും വേണ്ടിയിട്ട്, സ്ഥലം മാറ്റാൻ വേണ്ടിയിട്ടുള്ള പണിക്കാരുണ്ടായിരുന്നു. ബെഡൊക്കെ തട്ടി വിരിച്ച് വെറുതെ ആയിട്ടോ, കാരണം ഇൻവെർട്ടർ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വയറ് പോവാൻ അവരൊന്ന് ഡ്രില്ല് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആകെ പൊടിയേനു വീട്. എൻ്റെ റൂമൊക്കെ ഫുള്ള് പൊടി പിടിച്ചു. അപ്പോൾ പിന്നെ രണ്ടാമത് പണിയായി. പിന്നെ ഫുള്ള് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട്, ഇന്നാണെങ്കിൽ ഐസുവിൻ്റെ സ്കൂളിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനും പോകണം. 10:30 മീറ്റിംഗ് എന്ന് പറഞ്ഞത്. ഈ പണിയൊക്കെ കഴിഞ്ഞ് അടിച്ചടി തുടച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 11:30 ആയിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഐസുവിൻ്റെ സ്കൂൾക്ക് പോകും. ഓനെ എവിടെ ചേർത്തിയത് എന്ന് ഇങ്ങനെ കുറേ പേര് ചോദിച്ചു. നമ്മളിവിടെ അടുത്ത് തന്നെ അടപ്പറമ്പുള്ള ഒരു ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞ സ്കൂളിലാട്ടോ ചേർത്ത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബുക്സ് ഒക്കെ വാങ്ങിയിട്ട് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങി നോക്കുമ്പോൾ പിന്നെ ഐസിന് അങ്ങോട്ട് കിട്ടണില്ല കേട്ടോ. അവിടെ ഇങ്ങനെ ഓരോന്നിലും കയറി കളിച്ചുകൊണ്ടിരിക്കുക. ഒരു വിധം ഓനെ അവിടെ നിന്ന് എടുത്തിട്ട് പൊക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം പിന്നെ ഞാൻ ഓൻ്റെ ബുക്സ് ഒക്കെ ഒന്ന് നോക്കി. ഇതൊക്കെ കാണാനും ഓനെക്കാട്ടി എക്സൈറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു നമ്മൾ 2ലും 3ലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചില സംഭവങ്ങളൊക്കെ ഇവർക്ക് ഇപ്പം ഉണ്ട്. പക്ഷെ അത് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ബ്രെയിനും ഇന്നത്തെ ജനറേഷൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്നത്തെ ഒരു 1-ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയൊന്നല്ല ഇന്നത്തെ ഒരു 1-ാം ക്ലാസ്സുകാരനുള്ളത്. ഏതായാലും അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ പിന്നെ വീണ്ടും വൈകുന്നേരം ഒരു 3 മണി ഒക്കെ ആയിട്ടുണ്ടാവും. ഞാൻ പിന്നെ കുറച്ച് അടിക്കാനുണ്ടായിരുന്നു പെരുന്നാൾക്കുള്ളതും. പിന്നെ ഹസ്ബൻഡിൻ്റെ കുറച്ച് ഷർട്ട് ആൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ടിരുന്നു. ഞാൻ സ്റ്റിച്ച് ചെയ്യലുണ്ട് കേട്ടോ. ഞാൻ പുറത്തേക്കൊക്കെ അടിച്ച് കൊടുക്കലുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിമേ ഇരിക്കാൻ പറ്റണില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ കിച്ചണിക്ക് വന്നു. കിച്ചണിൽ ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാനുണ്ട്. നോമ്പ് തുറക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ലേറ്റ് ആക്കിയാണ്ട് എന്തെങ്കിലുമാണ് വിചാരിക്കുന്നത്. പൊരിയൊന്നും ഉണ്ടാക്കണില്ല, എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കോളി എന്ന് പറഞ്ഞേക്കാണ് ഞാൻ. കാരണം പിറ്റേന്നൊക്കെ പെരുന്നാൾക്കുള്ളതും പ്രിപ്പയർ ചെയ്ത് വെക്കാണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറി ആക്കാന്ന് വിചാരിച്ചു. ചിക്കൻ പെരുന്നാൾക്കും കൂടെ വെക്കാനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് കട്ട് പീസ് എടുത്തിട്ട് ഇന്ന് കറി വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ കറി കുക്കറിൽ അവിടെ സെറ്റ് ആവുന്നുണ്ട്. പിന്നെ ഞാൻ പൊരിക്കടി എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് പറഞ്ഞപ്പം പഴംപൊരിയും സമൂസയും വാങ്ങിക്കൊണ്ട് വന്നു. ഞാൻ പെട്ടെന്ന് തന്നെ നെയ്ച്ചോറും വെച്ചു. പിന്നെ ആശയോടെ ഞങ്ങൾക്ക് ബീഫ് പിറ്റേന്ന് പെരുന്നാൾക്ക് ബീഫ് വരട്ടുണ്ടാക്കാണ്. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബിരിയാണി കട്ട് വേണോ കറി കട്ട് ചെയ്യലോ. അപ്പോൾ ബീഫൊക്കെ അവിടെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് കേക്ക് എടുത്തു. പിന്നെ ചിക്കൻ ഒന്ന് കായം കൂട്ടി. ചിക്കൻ കായം കൂട്ടിയത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് ചിക്കൻ ബിരിയാണി ആയിട്ട് വെക്കണത്. ചിക്കൻ പൊരിച്ചിക്കാണ്ട് ബിരിയാണിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ ഇന്ന് പൊരിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മളെ ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ അവിടെ സെറ്റ് ആയിക്കണു. പിന്നെ ഞാനൊക്കെ ഒന്ന് ടേബിൾ മക്ക് എടുത്ത് വെച്ചു നമുക്ക് നോമ്പ് തുറക്കാനും വേണ്ടിയിട്ട്. നോമ്പ് തുറക്കാൻ ജ്യൂസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിമക്ക് നിന്നിട്ടില്ല. പിന്നെ അഫ്ലും ഫെമി ഇന്നില്ല കേട്ടോ, കാരണം ഫെമിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അഫ്ലും ഫെമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടുന്ന് നോമ്പ് തുറന്നിട്ടാവും വരിക. നോമ്പ് തുറന്ന് അവിടുത്തെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറി. നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കിച്ചണിക്ക് തന്നെ വന്നു. നമുക്ക് ഈദിനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഞാൻ വേഗം ചിക്കൻ അവിടെ പൊരിക്കാനും വേണ്ടിയിട്ടിട്ടു. അതവിടെ വേവണ നേരം കൊണ്ട് തന്നെ നാളെ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഉമ്മയും ഹെൽപ്പിനുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ കൈക്ക് ചെറുതായിട്ടൊന്ന് ഇഞ്ചുറി പറ്റി. എന്താ വെച്ചാൽ ഉമ്മ രാവിലെ തേങ്ങ പൊളിച്ചാനും വേണ്ടിയിട്ട് പാരെടുത്തതിനു. പാര കൈക്ക് കൊണ്ടുകാണ്ട് 2 സ്റ്റിച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാതെ സ്ട്രെയിൻ കൊടുത്താനുള്ള പരിപാടിക്കൊന്നും കഴിയും. അമ്മാനെ കൊണ്ട് കഴിയണ മാതിരി ചീരലും വെളുത്തിലൊക്കെ അരിഞ്ഞൊന്നോണൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ് മിക്സിയിലിട്ട്. അങ്ങനെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് പിറ്റേന്ന് ബിരിയാണി ഉണ്ടാക്കാൻ നല്ല സുഖം കേട്ടോ. ഒക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഈ മസാല ഉണ്ടാക്കാനും ചോറുണ്ടാക്കാനും മാത്രം ഉണ്ടാവും. പരിപാടികളൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാതും സെറ്റ് ആയിക്കുന്നുണ്ട്. ചിക്കൻ പൊരിച്ചത് റെഡിയായി. അതേപോലെ ബീഫ് വരട്ടിനുള്ള ബീഫ് റെഡിയായി. ഇനി നാളെ തൂമിക്കോളൂ. പിന്നെ അതേപോലെ ബിരിയാണിക്കുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചപ്പ് വരെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേരെ ഞാൻ അടുക്കളയും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ അകത്തേക്ക് കയറി. ഇനി മൈലാഞ്ചി ഇടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫെമിയും അഫ്ലൊക്കെ വന്നിട്ടോ. അഫ്ല് വന്നിട്ട് വേണം എൻ്റെ ഹസ്ബൻഡിനും ഐസൂനൊക്കെ മുടി വെട്ടാൻ. ഈ ഗ്രൂം മേക്കപ്പ് ആർട്ടിസ്റ്റാന്ന് എല്ലാവർക്കും അറിയാം. അപ്പം
ഓനാണ് ഇവിടെ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. ഫെമിനെ ഇപ്പൊ 2-3 ദിവസമായി കണ്ടിട്ട്. അപ്പൊ ഐസൂന് ഓളെ കണ്ടപ്പോ ഭയങ്കര കുറവ് കേട്ടോ. പിന്നെ ഐസൂന്റെ ഹെയർ കട്ടിങ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഐസു ജനിച്ചത് മുതൽ ഓന്റെ മുടി വെട്ടിയത് ഫുള്ള് അഫില് കേട്ടോ. ഓന്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് പറയാം. ഓലെ ഹെയർ കട്ടിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഞങ്ങളെ മൈലാഞ്ചി പരിപാടിയൊക്കെ തുടങ്ങി. ഉമ്മക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇടാന്ന് വിചാരിച്ചു. ഇവിടെ ഞാനും ഫെമിയൊക്കെ മൈലാഞ്ചി ഇട്ടോണ്ട് പിന്നെ ഞങ്ങൾക്ക് ആരും ആവശ്യമില്ല, ഞങ്ങൾ തന്നെ ഇട്ടോളൂ. അപ്പം ഇതാണ് എൻ്റെ മൈലാഞ്ചി. പക്ഷെ എനിക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, കാരണം ഞാൻ കുറേ മുന്നേ ഇവിടെ ഒരു ട്യൂബ് ഉണ്ടിനി, അതെടുത്തിട്ടു. പിന്നെ പിറ്റേന്ന് രാവിലെ നീച്ച് നോക്കുമ്പം ഇത് കളറില്ല. അതിൽ ഞാൻ പിന്നെ പെരുന്നാക്കി രണ്ടാമത് വീണ്ടും മൈലാഞ്ചി ഇട്ടേക്കാണ് കേട്ടോ. തീരെ കളറില്ല. അങ്ങനെ ഒരു കയ്യിൽ ഞാൻ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ കയ്യിലും കൂടി ഞാൻ ഇട്ടരാന്ന് പറഞ്ഞാണ്ട് ഇവിടെ അല്ലബീറിന്റെ ലോഗോ അല്ലേ ഇത്? അല്ലബീറിന്റെ ലോഗോ ആണ്. ആശിക്കുന്നോ? എന്താ നിങ്ങൾ അറബിയിലും ഇന്ന മലയാളത്തിലും ഇംഗ്ലീഷിലും? അതേമാതിരി തലയാൻ തേക്ക് ആണെ കുറച്ച് ചുണ്ടുമ്പോ തേച്ചോ. മൂന്ന് കുത്തുള്ള ഷാ കുളിപ്പിച്ച് ഇനിയിപ്പോ കുട്ടിയില്ലാതാക്കും. അപ്പം നമ്മളെ പെരുന്നാൾ തലേന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. വലിയ പെരുന്നാൾ ആശംസകൾ എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്നത് പെരുന്നാൾ കഴിഞ്ഞിട്ടാണല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ അത് പറയാനുള്ള സ്കോപ്പ് ഇല്ല. ഇനി ഈദ് വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും.